10ലധികം കേസുകളിൽ പ്രതിയായ കൈക്കൂലി ഉദ്യോഗസ്ഥന് വേണ്ടി വനം മന്ത്രിയുടെ ഇടപെടൽ. പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുക്കാനാണ് വനം വകുപ്പ് ഉത്തരവിറക്കിയത്. ഈ മാസം 30-ന് വിരമിക്കുന്ന സുധീഷ് കുമാറിന് സർവീസ് ആനുകൂല്യം നൽകാനും നിർദ്ദേശമുണ്ട്. നടപടിക്ക് വനം മന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. സുധീഷിനെ പിരിച്ചുവിടാൻ വനം സെക്രട്ടറി ഇറക്കിയ ഉത്തരവും മന്ത്രി തള്ളിയിരുന്നു. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകുക. ആഷിഖ, വനം മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് വിവാദമാകുന്നത്? ദിവ്യ, ഇയാൾ ഈ പറയുന്ന പാലോട് റേഞ്ച് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ നിരന്തരം വനം വകുപ്പിലെ അഴിമതികളുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിറഞ്ഞ ആളാണ്. ഏറ്റവും ഒടുവിൽ ഇരുതലമൂരിയെ കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന കേസിലായിരുന്നു വിജിലൻസ് പോലീസ് ആന്റി കറപ്ഷൻ വിങ് ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഏതാനും കുറച്ച് നാളായി അയാൾ സസ്പെൻഷനിലായിരുന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി വാങ്ങുകയും പാലോട് റേഞ്ച് ഓഫീസിൽ അനധികൃതമായി കയറിയിരിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രമാണ് ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസർ. എന്നാൽ സസ്പെൻഷനിൽ തുടരുകയായിരുന്ന ഇയാളെ ഈ 30-ന് വിരമിക്കുന്നതിന് മുൻപ് തിരികെ സർവീസിലേക്ക് പുനഃപ്രവേശിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് വനം വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൗതുകകരമായി എടുത്തു പറയേണ്ടത് ഈ ഉത്തരവിന്റെ ഏറ്റവും അവസാനത്തെ വാചകമാണ്. ഈ ഉത്തരവിന് വനം മന്ത്രിയുടെ പ്രത്യേക അംഗീകാരമുണ്ട് എന്ന് വനം സെക്രട്ടറി ജ്യോതിലാൽ IAS പുറപ്പെടുവിച്ച ഈ ഉത്തരവിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ്. ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കാൻ കൃത്യമായി ഇടപെടലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മുൻപ് വിവിധങ്ങളായ കേസുകൾ, നിരന്തരം അഴിമതി കേസുകളിൽ പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുകയും എന്നാൽ വനം മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ആ ഉത്തരവ് തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വനം വകുപ്പിൽ നിരന്തരം അഴിമതി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ആ ഉത്തരവിൽ തന്നെ വനം വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ തന്നെ വ്യക്തമായി കാണാം. അത് പോലീസ്, സംസ്ഥാനത്തെ പോലീസ് വിജിലൻസ് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അന്വേഷണ വിധേയമായി സസ്പെൻഷനിൽ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 30-ഓടെ വിരമിക്കുമെന്ന് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവീസിൽ തിരിച്ചെടുക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. കൂടാതെ ഈ കേസിൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നും ഏതെങ്കിലും കോടതി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്, പാലോട് റേഞ്ച് ഓഫീസർ ആയിരുന്ന ഈ ഉദ്യോഗസ്ഥന് ഇളവ് നൽകണമെന്ന ഉത്തരവ് ഇപ്പോൾ വനം വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൽ തന്നെ ഇത് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ്. ദിവ്യ, എന്തായാലും അഴിമതിക്കാരനായ കൈക്കൂലിക്കാരനായ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന് വേണ്ടി വനം മന്ത്രി നടത്തിയ വഴിവിട്ട ഇടപെടലുകളാണ് വിവാദമാകുന്നത്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.